ഇന്ന് കുറച്ച് നാളുകളായി നമുക്കറിയുന്നതാണ് ഈ റാഗിങ്ങിന്റെ പ്രശ്നങ്ങൾ. പലയിടങ്ങളിലായി റാഗിംഗ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ വന്നത് ഈ കാര്യവട്ടം ഗവൺമെന്റ് കോളേജിലെ റാഗിംഗ് കേസാണ്. അതിന്റെ എന്താണ് അപ്ഡേറ്റ് എന്ന് നോക്കാം. ഈ കാര്യവട്ടം ഗവൺമെന്റ് കോളേജിലെ റാഗിങ്ങിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തേക്കും എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തതിന് പിന്നാലെയാണ് ഈ അറസ്റ്റ് നീക്കം. റാഗിങ്ങിനിരയായ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി ബിൻസ് ജോസിനെ ഇന്നലെയും പോലീസ് വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു. വിശദമായ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മറ്റു വകുപ്പുകൾ ചുമത്തിയത്. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്തു നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അജീഷ്, അപ്പോൾ ഈ റാഗിംഗ് അത് കൃത്യമായി തന്നെ അതിൽ പോലീസ് ഇടപെടുന്നു, പുതിയ FIR അടക്കം ചുമത്തിയിട്ടുണ്ട്. എന്തൊക്കെ വകുപ്പുകൾ ഈ പുതിയ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? അതിക്രൂരമായ രീതിയിൽ താൻ റാഗിങ്ങിന് ഇരയാക്കപ്പെട്ടു എന്ന് ഇന്നലെ തന്നെ വിദ്യാർത്ഥി വെളിപ്പെടുത്തിയതുമാണല്ലോ. അപ്പോൾ എന്താണ് പുതിയ FIR, പുതിയ പോലീസിന്റെ നീക്കങ്ങൾ? പ്രജിൻ, ഫെബ്രുവരി 11-നായിരുന്നു ഈ സംഭവം നടക്കുന്നത് കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ. അന്ന് തന്നെ ഈ ബിൻസ് ജോസ് കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകിയിരുന്നു. അന്ന് ഈ ആയുധം ഉപയോഗിച്ച് മർദ്ദിച്ചു, സംഘം ചേർന്ന് മർദ്ദിച്ചു തുടങ്ങിയ വകുപ്പുകളായിരുന്നു 7 വിദ്യാർത്ഥികൾക്കെതിരെയും ഒപ്പം കണ്ടാലറിയാവുന്ന 3 വിദ്യാർത്ഥികൾക്കെതിരെയും പോലീസ് ചുമത്തിയിരുന്നത്. ആകെ 10 പ്രതികളാണ് ഈ കേസിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് പോലീസ് സംഭവത്തിൽ റാഗിംഗ് ആണോ നടന്നതെന്ന് അറിയാനായിട്ട് കോളേജ് പ്രിൻസിപ്പലിനോട് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടത്. തുടർന്ന് ആന്റി റാഗിംഗ് സെല്ല് അന്വേഷണം നടത്തി അത് റാഗിംഗ് ആണെന്ന് കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് കഴക്കൂട്ടം പോലീസിൽ റിപ്പോർട്ട് നൽകുകയായിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ വീണ്ടും നെടുമങ്ങാട് സ്വദേശിയായ ബിൻസ് ജോസിനെ കഴക്കൂട്ടം സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി വിശദമായ മൊഴി രേഖപ്പെടുത്തി. ഏതാണ്ട് 4 മണിക്കൂർ ഈ മൊഴിയെടുപ്പ് നീണ്ടിരുന്നു. നടന്ന സംഭവത്തെക്കുറിച്ച് വിശദമായി തന്നെ ബിൻസ് ജോസ് പോലീസിനോട് പറയുകയും ചെയ്തു. അതിനുശേഷമാണ് റാഗിംഗ് വകുപ്പ് കൂടി ചുമത്തിയത്. ഈ കണ്ടാലറിയാവുന്ന 3 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ മൊത്തം 10 പേർക്കെതിരെയാണ് റാഗിംഗ് വകുപ്പ് ചുമത്തിയിരിക്കുന്നത്. 2 വർഷം വരെ ജയിൽ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് റാഗിംഗ് വകുപ്പ്. ഈ വകുപ്പുകൾ കൂടി ചുമത്തിയതോടെയാണ് ഈ 7 വിദ്യാർത്ഥികൾ, നേരത്തെ സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ മാത്രമായിരുന്നു, ഈ വകുപ്പ് കൂടി ചുമത്തിയതോടെ ഈ വിദ്യാർത്ഥികൾ അറസ്റ്റ് ചെയ്തേക്കാമെന്നുള്ള നിലപാടിലെത്തി. എന്തായാലും പോലീസ് ഈ കാര്യത്തിൽ ഒരു അവധാനത സ്വീകരിക്കുന്നുവെന്നൊരു പരാതി ഈ പരാതിക്കാരനായ വിദ്യാർത്ഥിയുടെ അമ്മയ്ക്ക് ഉണ്ട്. കാരണം ഈ സംഭവം നടന്ന സമയത്ത് തന്നെ ഈ റാഗിംഗ് വകുപ്പ് ചുമത്തണമെന്ന് ഈ പോലീസിനോട് ആവശ്യപ്പെട്ടപ്പോൾ അത് കോളേജിൽ നിന്ന് റിപ്പോർട്ട് വരട്ടെ, അതുവരെ നമുക്ക് കാത്തിരിക്കാമെന്നൊരു നിലപാടാണ് പോലീസ് സ്വീകരിച്ചത്. എന്തായാലും പോലീസ് ഈ റാഗ് ചെയ്ത വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ഈ വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷനിലാണ്, നിലവിൽ കോളേജിൽ വരുന്നില്ല. സ്വാഭാവികമായിട്ട് അവർ ഒളിവിലായിരിക്കും. ഈ ഒളിവിലുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യണം. പോലീസ് എന്തായാലും വേഗത്തിൽ തന്നെ നടപടികൾ എടുക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ പരാതിക്കാരനായ ബിൻസ് ജോസും ബിൻസ് ജോസഫിൻ്റെ കുടുംബവും ഉള്ളത്.